പൊങ്കാല നിവേദ്യം തന്നെയാണ്. കതിനാവെടികൾ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരു പൊങ്കാല മഹോത്സവം കഴിഞ്ഞതിൻ്റെ നിരാശയും അത് കഴിഞ്ഞ് പൂർണ്ണമായി വീട്ടിലേക്ക് മടങ്ങാമെന്ന സന്തോഷവും അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയെന്ന പ്രതീക്ഷയും ഒക്കെ എല്ലാവരുടെ മുഖത്തുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇനിയിപ്പോൾ പണ്ടാരയെടുപ്പിലെ ദൃശ്യങ്ങളിലേക്കാണ്. അവിടെ എല്ലാം പാകപ്പെട്ട് കഴിഞ്ഞു. നിവേദ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു അടുത്ത നിമിഷം അത് ഉണ്ടാകും. പൊങ്കാല നിവേദ്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും വലിയൊരു മഹത്തായ ഉത്സവത്തിൻ്റെ പരിസമാപ്തിക്ക് മേൽശാന്തി ഒക്കെ വരുന്നുണ്ട്. അവിടേക്ക് വരുന്നു. അവർ നിവേദ്യം നടത്തും. അപ്പോഴേക്കും 350 പേർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 350 പേർ വിവിധയിടങ്ങളിലായി ഈ തീർത്ഥം തളിച്ച് നിവേദ്യ ചടങ്ങിൽ പങ്കുചേരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പൊങ്കാല എന്ന വലിയ ആശയത്തിന്, വലിയ വഴിപാടിന്, വലിയ പ്രതീക്ഷകൾക്ക് ഇവിടെ പരിസമാപ്തിയാണ്. നിവേദ്യ ചടങ്ങ് അവിടെ നടക്കുകയാണ്. അങ്ങനെ ഒരാണ്ട് നീണ്ടുനിന്ന ചടങ്ങുകൾക്കൊടുവിൽ, അതായത് പൊങ്കാല അർപ്പിക്കുക എന്ന ആ നിമിഷത്തിന് ശേഷം അത് നിവേദിച്ച് ഇനി ഞങ്ങൾക്ക് ഉള്ളതാണ് എന്ന് ഓരോരുത്തരും പറയുന്ന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും കതിനാവെടികൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. മേൽശാന്തി അതിലേക്ക് തീർത്ഥം പകർന്ന് പൂക്കൾ അർപ്പിച്ച് ഇനി നിവേദ്യ ചടങ്ങ് നടക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലായിടത്തേക്കും പലരായി എത്തും. അവിടെയൊക്കെ തീർത്ഥം തെളിക്കും, പൂവിതറും. അങ്ങനെ സ്വാഭാവികമായും പൊങ്കാല നിവേദ്യം സാധ്യമാവുക തന്നെ ചെയ്യും. ഏതായാലും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 80കളിലൊക്കെ ഒരു ക്ഷേത്ര പരിസരത്തെ അല്ലെങ്കിൽ ക്ഷേത്ര പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന പൊങ്കാല അതിങ്ങനെ വളർന്ന് പടർന്നു പന്തലിച്ച് നഗരമധ്യത്തിലേക്ക് പോയി, അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയി, അവിടെ നിന്ന് പുറത്തേക്ക് പോയി, വിശാലമായൊരു 10 കിലോമീറ്റർ ചുറ്റളവിനപ്പുറത്തേക്ക് നീണ്ടുകിടപ്പാണ് പൊങ്കാല കലങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത്ര വിശാലമായ ഒരു വലിയ വിജയമായി ഈ പൊങ്കാല മഹോത്സവം മാറുന്നു എന്നാണ്. എല്ലാവരും പൊങ്കാലയും വെള്ളച്ചോറും മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് മടങ്ങാൻ അങ്ങനെ തയ്യാറെടുത്തു നിൽപ്പാണ്. ട്രാക്കിൽ അത്ലറ്റിക്കുകൾ അവരൊക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആ ഓട്ടത്തിൻ്റെ കുതിപ്പുണ്ടല്ലോ, അതിനി നമുക്ക് പുഷ്പവൃഷ്ടിയുണ്ട്. ഇടയ്ക്ക് അത് സാധ്യമാകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പുഷ്പവൃഷ്ടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. കീഴേ തയ്യാറെടുത്ത് നിൽക്കുന്ന പൊങ്കാലക്കലങ്ങൾക്ക് മീതെ പൂക്കൾ വിതറി അവർ കടന്നുപോകും. നേരത്തെ അത് സാധ്യമാകുമോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിൻ്റെ അമരത്തുള്ളവർ. പക്ഷേ അങ്ങനെയല്ല, നേരിട്ടെത്തി തീർത്ഥം തളിക്കുന്ന ചടങ്ങും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ സംതൃപ്തരായി പൊങ്കാലയർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽപ്പാണ് ഈ സ്ത്രീ ഭക്തജനങ്ങളൊക്കെയും. അവർ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ പ്രതീക്ഷിച്ചത്, അതൊക്കെ സ്വന്തമാക്കി കടന്നു പോകുന്ന പൂർത്തീകരണത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. വലിയ സന്തോഷമാണ് എല്ലാ മുഖങ്ങളിലും. ഇനി അടുത്ത വർഷം വരണം, അതിനായുള്ള കാത്തിരിപ്പാണ്. ക്ഷേത്രം നിയോഗിച്ചിട്ടുള്ള ശാന്തിമാർ പലയിടങ്ങളിലേക്ക് എത്തി പൊങ്കാല തുറന്നുവെച്ച പൊങ്കാല കലങ്ങളിലേക്ക് തീർത്ഥം തെളിച്ച് പൂക്കൾ വിതറി ഒരുപക്ഷെ വലിയ സന്തോഷത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാനാകുന്നുണ്ട്. അങ്ങനെ പൊങ്കാല ചടങ്ങ് പൂർണ്ണമാവുകയാണ്. നോക്കൂ, ആ പിന്നിൽ കാണാം പലരും തെരളിയപ്പവും മണ്ടപ്പുറ്റുമൊക്കെ ഒപ്പം വന്നവർക്കോ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവർക്കോ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അതാണ് സന്തോഷം. പങ്കുവെക്കലിൻ്റെ ഉത്സവമാണല്ലോ. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. നോക്കൂ, ആ ശാന്തിയുടെ പിന്നിൽ, തീർത്ഥം തളിക്കുന്നതിൻ്റെ പിന്നിലായി നമുക്ക് കാണാം പലരും. അവിടെ ചുറ്റുവട്ടത്ത് ഒരു പരിചയമുള്ളവരാവില്ല. അവർക്കൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് വാങ്ങൂ, ഞങ്ങളുടെ പ്രസാദത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾ പറ്റൂ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് പറ്റൂ, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് പറ്റൂ എന്നവർ പറയുകയാണ്. അതാണ് ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശം എന്നത്. വളരെ സന്തോഷം തരുന്ന ഒരു ചടങ്ങായി അത് മാറുകയാണ്. ഏതായാലും വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. പൊങ്കാല പൂർത്തീകരണം സാധ്യമാകുന്നു. പണ്ടാരയെടുപ്പിൽ നേരത്തെ മേൽശാന്തി തീർത്ഥം തളിച്ചു, പൂക്കൾ വിതറി. അതിനുശേഷം അവർ പിന്നീട് വീടുകളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടെയാണ് നമ്മളിങ്ങനെ സന്തോഷത്തിൻ്റെ ചില ചെറിയ വലിയ കാഴ്ചകൾ കാണുന്നത്. അവരുണ്ടാക്കിയ മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെ സമീപത്ത് നിൽക്കുന്നവർക്ക്, ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക്, പൊങ്കാല ദിവസം മാത്രം കണ്ടവർക്ക് ഒക്കെ പകുത്തു നൽകുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. അതിൽ പരം സന്തോഷം വേറെയുണ്ടോ? അതിൽ പരം നന്മ വേറെയുണ്ടോ? അതിൽ പരം സുന്ദരമായ നിമിഷം വേറെ കാണാനാകുമോ?
അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പരസ്പരം പങ്കിട്ട് കഴിച്ച് തൃപ്തിയോടെ ആ മധുരത്തിൻ്റെ രുചി നാവിൽ നിന്ന് തീരും മുമ്പേ വീട്ടിലേക്ക് എത്തണമെന്ന പ്രതീക്ഷയോടെ പോവുകയാണ്. ഇനി നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. ഇവരൊക്കെ ഈ അർപ്പിച്ച വിഭവങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് സ്വന്തം വാഹനത്തിലൊക്കെ കയറി അല്ലെങ്കിൽ KSRTC ബസ്സിനെയൊക്കെ ആശ്രയിച്ച് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. ഓരോ കവലകളിലും എത്രയോ പുരുഷന്മാർ ചേർന്ന് അവർ എല്ലാം ഒരുക്കി വയ്ക്കും. ദാഹജലം ഒരുക്കി വയ്ക്കും. ആ ഒരുക്കി വയ്ക്കുന്ന വിഭവങ്ങൾ ഇവരുടെ ക്ഷീണമകറ്റാനാണ്. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ അമ്മമാർ പൊങ്കാലയർപ്പിക്കാൻ പോയതാണ്. അത് ആരായാലും ഞങ്ങളുടെ അമ്മയാണ്, ആരായാലും ഞങ്ങളുടെ സഹോദരിയാണ്, ആരായാലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഈ സ്നേഹസമ്മാനമാണ്. അതുകൂടിയാകുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് അത് എത്തിച്ചേരുക. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഇനി ബാക്കിയുള്ളത്. ഈ പൊങ്കാല കലങ്ങളും ഒക്കെ ആയിട്ട് ഇവർ തിരിച്ചു പോകുന്ന വഴികളിലൊക്കെയും സഹോദരന്മാർ, പുരുഷ സമൂഹം ഒന്നാകെ ചേർന്ന് അവർ എല്ലാവർക്കും ദാഹജലം, പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ക്ഷീണമകറ്റാൻ എന്തിനും തയ്യാറായി അവർ നിൽപ്പുണ്ടാവും. അത് മറ്റൊരു സ്നേഹത്തിൻ്റെ കാഴ്ചയാണ്, മറ്റൊരു ഉപമകളില്ലാത്ത സ്നേഹ സന്ദേശത്തിൻ്റെ നിമിഷങ്ങളുമാണ്. ഏതായാലും പൊങ്കാല നിവേദ്യം പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുഷ്പവൃഷ്ടിക്കായുള്ള കാത്തുനിൽപ്പാണ് എന്ന് തോന്നുന്നു. എല്ലായിടത്തേക്കും അതെത്തുക അസാധ്യമാണ്. എങ്കിലും ക്ഷേത്ര പരിസരത്ത് 2-3 വട്ടം ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കും. ശേഷം പൂക്കൾ വിതറും. അതൊക്കെ ഒരു സന്ദേശമാണ്. ഒന്ന് ചെറുതായൊന്ന് മഴ പൊടിഞ്ഞാൽ അതും ഒരു വലിയ സന്ദേശമാണ്. കാരണം ആറ്റുകാലം അനുഗ്രഹിച്ചു എന്ന പ്രതീക്ഷയാണല്ലോ അവിടെയും ഉണ്ടാവുക. ഏതായാലും തീർത്ഥം തളിച്ചു, പുഷ്പവൃഷ്ടി നടത്തി. എല്ലാ ഭക്തരും ഇനി കിട്ടിയ സാധനങ്ങളുമായി അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അവരുണ്ടാക്കിയ പ്രസാദം, പൊങ്കാല വഴിപാട്, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന നിമിഷമാണ്. അതെല്ലായിടത്തും നമുക്ക് കാണാം. ചെറുവിമാനം എന്ന് തന്നെ പറയാം. അത് ഇങ്ങനെ താഴ്ന്ന് വട്ടമിട്ട് പറക്കുന്നുണ്ട്, പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. അതും വലിയൊരു സന്ദേശം തന്നെയാണ്. ഏതായാലും പൊങ്കാല മഹോത്സവം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നു. ഇനി നമുക്ക് മുന്നിലുള്ളത് കുത്തിയോട്ട വഴിപാടാണ്. കുത്തിയോട്ട വഴിപാടെന്നാൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ക്ഷേത്രത്തിൽ 7 നാൾ താമസിച്ച് ആറ്റുകാലമ്മയെ 1008 വട്ടം നമസ്കരിച്ച് ആറ്റുകാലമ്മയുടെ ഭടന്മാരായി തുടരുന്ന കാഴ്ചയാണ്. എല്ലായിടത്തും പൊങ്കാല മധുരം അവർ പങ്കുവെക്കുകയാണ്. അത് ഒരല്പം ഒരിലയിൽ പലരും പങ്കിട്ടെടുക്കുന്ന കാഴ്ച കൂടി വലിയൊരു സന്ദേശമായി മാറുകയാണ്. അത് നോക്കൂ, അനുവാദം ചോദിക്കാൻ, അമ്മേ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ആർക്കാണ് എടുത്തുകൂടാത്തത്? പണ്ടാര അടുപ്പിലെ പ്രസാദമാണ്. അവിടേക്ക് വന്ന് പലരായി അത് ഏറ്റുവാങ്ങി സംതൃപ്തിയോടെ പോവുകയാണ്. അപ്പോൾ അതിൽ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷം ബാക്കിയുണ്ട്. ഏതായാലും ആർക്കും ഇവിടേക്ക് വരാം. ഇത് എല്ലാ സൗഹാർദ്ദങ്ങളുടെയും കേന്ദ്രമായി മാറുകയാണ്. പരസ്പരം പങ്കിട്ടെടുക്കുന്ന ഭക്ഷണം മുതൽ അത് നൽകുന്നതും വേറെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. എല്ലാവരും അമ്മമാരൊക്കെ കൊണ്ടുവന്ന വലിയ ബാഗിനുള്ളിൽ പൊങ്കാല കലങ്ങളാക്കി, അധികം വേറെ ഉണ്ടെങ്കിൽ അത് കൈകളിലേക്ക് ചേർത്ത് പിടിച്ച്, ഉടലിനോട് ചേർത്ത് പിടിച്ച് അവരെങ്ങനെ നടന്നു നീങ്ങി തുടങ്ങുകയാണ്. ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താവും? ഇപ്പോൾ ചിന്തിക്കുന്ന കാണണം, വണങ്ങണം, വീണ്ടും പൊങ്കാലയർപ്പിക്കണം. അതൊരു ഒരു ലക്ഷ്യമാണ്, അതൊരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. ആർക്കാണ് എതിർക്കാനാവുക? ഈ അമ്മമാരുടെ ആ ഉറച്ച തീരുമാനത്തെ ആർക്കാണ് എതിർക്കാനാവുക? ഈ കൊടും ചൂടിനെ വകവയ്ക്കാതെ, ഈ മണിക്കൂറുകൾ അത്രയും എവിടെയാണോ പൊങ്കാല അർപ്പിച്ചത് അവിടെ തന്നെ ഇരുന്ന് ഒരു കുട പോലും ഉപയോഗിക്കാതെ അവർ നടന്നു നീങ്ങുന്നത് അടുത്ത വർഷം വരുമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ്. അതാണ് സ്ത്രീ മുന്നേറ്റം. എത്ര വട്ടം ഞാൻ പറയേണ്ടി വന്നു. സ്ത്രീ മുന്നേറ്റത്തിൻ്റെ മനോഹരമായ ഉദാത്തമായ കാഴ്ചയാണ് ഇതെന്ന് ഇനി എത്ര വട്ടം പറഞ്ഞാലാണ് മതിയാവുക എന്നറിയില്ല. നോക്കൂ, അവിടെ സെലിബ്രിറ്റികൾ നിലനിൽപ്പുണ്ട്. ഇവിടെ സെലിബ്രിറ്റികളെന്നോ സാധാരണ മനുഷ്യരെന്നോ ഒന്നും വ്യത്യാസമില്ല കേട്ടോ. എല്ലാവരും തുല്യരാണ്. മറ്റൊന്നും കൂടി ശ്രദ്ധിക്കുക, ഈ പൊങ്കാല തർപ്പണം ഒരു കാർഷിക സംസ്കൃതിയുടെ വിളിച്ചുപറയൽ കൂടിയാണ്. ഇതൊരു കാർഷിക പ്രദേശമായിരുന്നു. ആറ്റുകാലമ്മ ഇരുന്ന ഇടം, ആറ്റുകാലമ്മ വന്ന സ്ഥലം കാർഷിക പ്രദേശം കൂടിയാണ്. അപ്പോൾ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ വിളിച്ചുപറയൽ കൂടിയാണ്. അങ്ങനെയുമുണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്നോർത്ത് നോക്കൂ, നമ്മുടെ കേരളീയൻ്റെ അടിസ്ഥാന തൊഴിൽ കൃഷിയാണ്. ആ കൃഷി
യുടെ സംസ്കാരം എന്തെന്ന് വിളിച്ചോതുന്ന വലിയ സന്ദേശമാണ് ആറ്റുകാൽ പൊങ്കാല എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ കാർഷിക സംസ്കാരം ഒരു വശത്ത്, സ്ത്രീ മുന്നേറ്റം മറ്റൊരു വശത്ത്, ആറ്റുകാലമ്മ എന്ന അനുഭവം മറ്റൊരു വശത്ത്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതൊരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ്, എല്ലാ അർത്ഥത്തിലും ഇഴചേർന്ന് കിടക്കുന്ന വലിയൊരു അത്ഭുതമാണ് എന്ന് തെളിയിക്കാൻ ഈ കാഴ്ചകളൊക്കെ ധാരാളമാണ് കേട്ടോ. ഈ ചിന്തകളൊക്കെ ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് കേട്ടോ. ആറ്റുകാലമ്മയെ വലം വച്ച് ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ മനസ്സർപ്പിച്ച് തൊഴുത് കൂപ്പി വണങ്ങി പൊങ്കാലക്കലങ്ങളും എടുത്ത് മടങ്ങുകയാണ്. അവിടെ നാവികസേനയുടെ ചെറുവിമാനം പുഷ്പവൃഷ്ടി നടത്തി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തുടക്കത്തിൽ ഇത് സാധ്യമാകില്ല എന്ന് കരുതിയിരുന്നതാണ്. പുതിയ ചട്ടപ്രകാരം അങ്ങനെ സാധ്യമാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെട്ടു കേട്ടോ. കാരണം ഈ ഓരോ സ്വയം വോളണ്ടിയർമാരാണ്. നോക്കൂ, അവരവർ എണീറ്റ് പോകുന്നിടത്ത് പരമാവധി കയ്യിൽ കരുതാവുന്നതൊക്കെയും എടുത്ത് ആദ്യ ശുചീകരണം നടത്തുന്നത് ഈ അമ്മമാരാണ്. അവർ കൊണ്ടുപോകാവുന്നതെല്ലാം പരമാവധി എടുത്ത് അവർ കൊണ്ടുവന്ന ബാഗിലോ സഞ്ചിയിലോ ഒക്കെ തിരികെ അവർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് ആദ്യ ശുചീകരണത്തിൻ്റെ തുടക്കം. ഇനിയിപ്പോൾ സേവാഭാരതി ഇറങ്ങും. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സേവാഭാരതിയുടെ സജീവത എത്രമാത്രമെന്ന് എവിടെയെല്ലാം നമ്മൾ കണ്ടതാണ്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരിവിടെ ഇറങ്ങും. മിനിറ്റുകൾ കൊണ്ട് ഈ നഗരമാകെ, ഈ പൊങ്കാല അർപ്പിക്കപ്പെട്ട ഇടമാകെ അവർ ശുചീകരിക്കും. നമ്മൾ ഇന്നലെ കണ്ട ആറ്റുകാൽ പരിസരം എന്താണോ, തിരുവനന്തപുരം നഗരം എന്താണോ, അത് നമ്മൾ നാളെ പുലർച്ചെ ഉറപ്പായും കാണും. അതാണ് നമ്മുടെ ശുചീകരണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഇവിടെ വരുന്നവരെല്ലാം അമ്മമാരാണ്. അമ്മമാർ എന്ന് പറഞ്ഞാൽ ആറ്റുകാലമ്മ അവിടെയുണ്ട്. ഈ വരുന്നവരെല്ലാവരും അമ്മമാരുടെ പ്രതീകമായി മാറുകയാണ്. ഏതായാലും വലിയ അഭിമാനത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ, വലിയ ആഹ്ലാദത്തിൻ്റെ, ആമോദത്തിൻ്റെ ആരവങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പൊങ്കാലക്കലങ്ങൾ ഇപ്പോൾ നമ്മുടെ പവലിയനിലേക്കും പൊങ്കാല എത്തിയിട്ടുണ്ട് കേട്ടോ. പല അമ്മമാർ ഇവിടേക്ക് പൊങ്കാല കൊണ്ട് തരുന്നുണ്ട്. പവലിയനിൽ നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഇരുന്ന് ആറ്റുകാൽ പൊങ്കാല എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുന്നതാണല്ലോ. നിങ്ങളും കഴിക്കൂ പൊങ്കാല എന്ന് പറഞ്ഞെത്തുകയാണ്. അത് ആരാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവർ ഞങ്ങൾക്ക് അമ്മമാരാണ്, അല്ലെങ്കിൽ സോദരിമാരാണ്. അവർ ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത് ആറ്റുകാലമ്മ അനുഗ്രഹിക്കപ്പെട്ട പ്രസാദത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളത് മനസ്സാൽ സ്വീകരിക്കുന്നു. എല്ലാവരും അതിൽ സംതൃപ്തരുമാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങ് അവസാനിക്കുകയാണ്. ഇനി എല്ലാ കണ്ണുകളും കുത്തിയോട്ടത്തിലേക്കാകും എന്നുറപ്പാണ്. ഏതായാലും അമ്മമാർ ഓരോരുത്തരായി, സഹോദരിമാർ, പെൺകുട്ടികൾ ഓരോരുത്തരായി അവരെന്താണോ ലക്ഷ്യം വെച്ചത് അത് സാധ്യമാക്കി അവരുടെ കൈക്കുമ്പിളിലാക്കി അവർ മടങ്ങിപ്പോവുകയാണ്. കുറച്ചു നേരത്തെ ഇവരെല്ലാവരും ആറ്റുകാൽ സന്നിധിയിലേക്ക് പോയിരുന്നു, അമ്മയെ കണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചത് എന്താവും പ്രാർത്ഥിച്ചത്? ഉറപ്പായും അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീണ്ടും വരാൻ അനുഗ്രഹിക്കണമേ, അവസരമൊരുക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. അതൊരു പ്രാർത്ഥന മാത്രമല്ല, അതൊരു ലക്ഷ്യമാണ്, അതൊരു ഉറച്ച തീരുമാനമാണ്. ഞങ്ങൾ ഇനിയും വരുമെന്ന ഉറച്ച തീരുമാനമാണ്. ഞങ്ങൾക്ക് ഇനിയും വരണമെന്ന ആഗ്രഹമുണ്ട് എന്ന ലക്ഷ്യത്തിൻ്റെ പ്രഖ്യാപിക്കലാണ്. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവിടെ മടങ്ങിപ്പോകലിൻ്റെ ഒരുക്കമാണ്. അതിനിടയിൽ ആരെങ്കിലും വന്നൊന്ന് കൈനീട്ടണമെന്നില്ല. അതിലേ നടന്നുപോയാൽ നിങ്ങൾക്ക് പൊങ്കാല പായസം വേണോ എന്ന് എല്ലാ അമ്മമാരും ചോദിക്കും. വലിയ തിടുക്കമൊന്നുമില്ല. സന്തോഷമാണല്ലോ അത്. ഭക്ഷണം പകർന്നു നൽകുന്ന സന്തോഷമാണല്ലോ. അവരെന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം പങ്കിട്ട് കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണല്ലോ.